പരിശുദ്ധ കന്യകയുടെ സന്ദർശനം. പരിശുദ്ധ കന്യക ദേവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഉടനെ അവളുടെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി യൂദായിലെ ഒരു പട്ടണത്തിലേക്ക് പോയി. അവർ വാർദ്ധക്യകാലത്ത് ഗർഭിണിയായിരിക്കുന്നു എന്ന് ദേവദൂതനിൽ നിന്നും മനസ്സിലാക്കി. അതിനാൽ അവർക്ക് സേവനം ആവശ്യമാക്കിയാൽ അതിനായിട്ടാണ് അവൾ പുറപ്പെട്ടത്. ജോസഫും പരിശുദ്ധ കന്യകയെ അനുഗമിച്ചിരിക്കാം. സുദീർഘമായ യാത്ര കഴിച്ച് പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ സമാഗതമായ മേരി എലിസബത്തിനെ അഭിവാദ്യം അർപ്പിച്ചു. മറിയത്തിന് സ്വസ്തി ശ്രവിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ സംപൂരിതയായി പ്രത്യഭിവാദം ചെയ്തു. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ പക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന്? കർത്താവ് നിന്നോട് അരുൾ ചെയ്ത വാക്കുകൾ വിശ്വസിച്ച് നീ ഭാഗ്യവതി. എലിസബത്തിനെ അനുമോദനങ്ങൾ ശ്രവിച്ച ദിവ്യകന്യകയുടെ ആത്മാവ് ത്രസിച്ചു. അവൾ ആനന്ദാതിരേകത്താൽ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. എന്നാൽ അവൻ തന്റെ ദാസിയുടെ എളിമയെ തൃക്കൺ പാർത്തു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചു. ദേവജനനിയുടെ എളിമയും ദൈവത്തോടുള്ള അനുഭവമായ കൃതജ്ഞതയും സ്നേഹവും ആന്തരികമായ ആനന്ദവും വ്യക്തമാക്കുന്നവയാണ് പ്രസ്തുത കൃതജ്ഞതാലാപം. അതോടൊപ്പം അത് പ്രവചനപരവുമാണ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള പരിശുദ്ധ കന്യകയുടെ വാക്കുകൾ പരിപൂർണമായി സാർത്ഥമാക്കിയിരിക്കുന്നു. ഇന്നും എല്ലാവരും പരിശുദ്ധ കന്യകയെ സ്തുതിക്കുന്നതിൽ ഉത്സുകരാണ്. അക്രൈസ്തവർ പോലും മേരിയുടെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്നു. മരിയാമ്പിക ഉദരസ്ഥിതനായ മിശിഹായെ സംഭവിച്ചുകൊണ്ടാണ് സേവനത്തിന് പുറപ്പെടുന്നത്. തന്നിമിത്തം മേരിയുടെ അവിടുത്തെ സാന്നിധ്യം തന്നെ അനേകം അത്ഭുതരായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. എലീശബ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി മേരി ദേവമാതാവായി എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുകയാണ്. ഉദരസ്ഥിതനായ യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെടുന്നു. നാം സേവനത്തിന് പോകുമ്പോൾ ക്രിസ്തുവാഹരായിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലമണിയും. 1972 മദർ തെരേസയ്ക്ക് നെഹ്റു അവാർഡ് നൽകിയതിനു ശേഷം അവരുടെ പ്രവർത്തന വിജയത്തിനുള്ള കാരണം ആരാഞ്ഞ പത്രപ്രതിനിധികളോട് മദർ തെരേസ ഇപ്രകാരം പ്രസ്താവിച്ചു: ഞാൻ എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ മിശിഹായെ ആരാധിക്കും. പിന്നീട് കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലുമുള്ള തെരുവ് വീതികളിൽ കാണുന്ന പരിത്വക്തരിലും കുഷ്ഠരോഗികളിലും മരണാസന്നരിലും ഞാൻ മിശിഹായെ ആരാധിക്കുന്നു. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തുവാഹകനായിരിക്കണം. സംഭവം: ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവക വൈദികനായി ജീവിച്ച് അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ വിയാനി. 1788 ജനിച്ച വിശുദ്ധ വിയാനി സെമിനാരിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. സഹപാഠികളോടൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസ്സാകാൻ വേണ്ട ബുദ്ധി സാമർഥ്യമോ കഴിവോ അദ്ദേഹത്തിനില്ലായിരുന്നു. അങ്ങനെ വൈദികനാകാനുള്ള തന്റെ അഭിലാഷം എന്നേക്കുമായി തകർന്നതിൽ വിയാനിയുടെ മനസ്സ് വേദനിച്ചു. എല്ലാ മാർഗങ്ങളും തന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായം ഒന്ന് മാത്രമാണ് തന്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശിച്ചത്. ദൈവമാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. സെമിനാരി പരീക്ഷയിൽ ഉത്തരങ്ങൾ പറയാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല, ചോദ്യങ്ങളുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫാദർ ബെയ്ലിയുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി. ദേവമാതാവിന്റെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിയാനി അണഞ്ഞു. ആ പരീക്ഷയിൽ സുത്യർഹമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവസാന വിധി കൽപ്പിക്കുവാനുള്ള ആൾ വികാരി ജനറൽ ഫാദർ കെർബൻ ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു: ജോൺ വിയാനി ഭക്തനാണോ? ദേവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ? അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല. ഇത് കേട്ടപ്പോൾ ഫാദർ ബെയ്ലിയുടെ ജോൺ വിയാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയെക്കാളധികം സ്നേഹിക്കുന്ന സഭ തന്നെയാണ് ജോൺ വിയാനി എന്നറിഞ്ഞപ്പോൾ കർദിനാളിന്റെ സ്ഥാനപതിയായ വികാരി ജനറൽ പറഞ്ഞു: ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചു കൊള്ളും. പണ്ഡിതന്മാരെക്കാൾ ഭക്തനായ വൈദികരെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം. മരണം വരെ പരിശുദ്ധ കന്യാമറിയത്തിന് അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ വിയാനി അങ്ങനെ 1815 ഓഗസ്റ്റ് 13 പുരോഹിത പദവിയിലേക്ക് ഉയർന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യാമറിയമേ, അങ്ങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായ മിശിഹായെയും സംഹിച്ചു കൊണ്ടുപോയല്ലോ. ഞങ്ങൾ അങ്ങേ മാതൃക അനുകരിച്ചു മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ. ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായെ സംഭവിക്കുവാനും അപ്രകാരം മിശിഹായ്ക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും അർപ്പിക്കുവാനും
ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ. ദിവ്യജനനി, അങ്ങ് മിശിഹായോട് കൂടി സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി. അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണമേ. ഗർഭിണികളും ഗർഭസ്ഥ ശിശുക്കളുമായുള്ള പ്രാർത്ഥന. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് പിതൃത്വവും സ്ത്രീക്ക് മാതൃത്വം നൽകുകയും ചെയ്ത ദൈവമേ, ഒരു മാതാവായി ഉയർത്തുന്നതിന് അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ അനുവദിച്ച അങ്ങ് തന്നെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ ആരോഗ്യം സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ആശയും ആശങ്കയും മാറി മാറി വരികയും ബലഹീനയായി ഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താലും ചൈതന്യത്താലും ധൈര്യവതിയാക്കണമേ. മാതൃത്വം വഴി സ്ത്രീ അനുഗ്രഹീതയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ, മാതൃത്വത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശങ്കകളെയും ക്ലേശങ്ങളെയും സമചിത്തയോടെ നേരിടുവാൻ പ്രാപ്തയാക്കണമേ. വേദന സഹിച്ചുകൊണ്ടാണെങ്കിലും ഒരു കുഞ്ഞിന്റെ മുഖം കണ്ടു സന്തോഷിക്കാൻ സാധിക്കണമെന്ന പ്രതീക്ഷയിൽ നയിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തെ അങ്ങയുടെ തിരുസുതന്റെ മാതാവായി ഉയർത്തിക്കൊണ്ട് മാതൃത്വത്തെ മഹത്വപ്പെടുത്തി ദൈവമേ, ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. ദേവമാതാവായ കന്യാമറിയമേ, ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാക്കളുടെ മധ്യസ്ഥയായ വിശുദ്ധ ജെറാർഡേ, ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും ദയവുള്ള മാതാവേ, അങ്ങേ സംഗീതത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചാൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യകളുടെ രാജ്ഞയെ മറിയമേ, ദയവുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദിക്കൽ ഞാൻ അടയുന്നു. നെടുനീർപ്പിട്ട് കണ്ണുനീർ ചെന്നി പാപിയായി ഞാൻ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന് മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, ഭാവിയുള്ള സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തെറ്റിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യരെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യത്തെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യത്തെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സംഗീതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സംഗീതമേ, രാഷ്ട്രാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സംഗീതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത്ത് ജപം. ഏലീശോയെ സന്ദർശിച്ച സഹായിച്ച പരിശുദ്ധ മാതാവേ, സഹായിച്ച പരിശുദ്ധ മാതാവേ, പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. ഏലീശോയെ സന്ദർശിച്ച സഹായിച്ച പരിശുദ്ധ മാതാവേ, സഹായിച്ച പരിശുദ്ധ മാതാവേ, പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. ഏലീശോയെ സന്ദർശിച്ച സഹായിച്ച പരിശുദ്ധ മാതാവേ, സഹായിച്ച പരിശുദ്ധ മാതാവേ, പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥവും നമ്മളെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും